റോബോട്ടിക് ക്യാമറയിൽ മനുഷ്യ ശരീരം കണ്ടെന്ന സംശയമാണ് ഇപ്പോഴുള്ളത്. സലിം മാലിക്കാണ് ഈ വിവരം നമുക്ക് നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വരുന്നേയുള്ളൂ. ഈ തോട്ടിൽ രക്ഷാദൗത്യം ഇങ്ങനെ പുരോഗമിക്കുന്നു. മണിക്കൂറുകളായി ഒരു തരത്തിലുള്ള വിവരവും ലഭിക്കാതിരുന്ന ഇടത്താണ് ഇപ്പോൾ റോബോട്ടിക് ക്യാമറയിൽ മനുഷ്യ ശരീരം കണ്ടെന്ന സൂചനകൾ എത്തുന്നത്. ഏറ്റവും പുതിയ, ഏറ്റവും നിർണായകമായ ഒരു വിവരമാകുന്നു. മണിക്കൂറുകളോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവരം എത്തുന്നത്. സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, എന്താണ് വിവരങ്ങൾ കൂടുതൽ? സ്മിത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 26 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ എന്തെങ്കിലും ഒരു ആശാവഹമായ സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴാണ്. പക്ഷേ അപ്പോഴും അത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. എങ്കിൽ പോലും അത് ഒരു വലിയ പ്രതീക്ഷയായി തന്നെ നിൽക്കുന്നുണ്ട്. അത് റോബോട്ടിക് ക്യാമറയിൽ മനുഷ്യ ശരീരം കണ്ടു എന്നുള്ളതാണ് നിലവിലെ സൂചന. അതൊരു മനുഷ്യ ശരീരമാണോ എന്ന് ഉറപ്പിച്ചിട്ടില്ല, അത് ജോയിയുടേതാണോ എന്ന് ഉറപ്പിച്ചിട്ടില്ല. അതൊക്കെ ഉറപ്പിക്കണമെങ്കിൽ മനുഷ്യൻ തന്നെ നേരിട്ട് ആ സ്ഥലത്തേക്ക് പോകണം. ഈ റോബോട്ടിക് ക്യാമറയിൽ കണ്ട ഭാഗത്തേക്ക് സ്ക്യൂബ ഡൈവിംഗ് ടീം ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. മാത്രമല്ല, മുൻപ് 1, 2 എന്നീ പേർ വെച്ചായിരുന്നു ഈ ടണലിനുള്ളിലേക്ക് ഇറങ്ങിയതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ വെച്ച് 12ലധികം NDRF സംഘങ്ങളും ഒപ്പം 10ലധികം സ്ക്യൂബ ഡൈവിംഗ് ടീം അംഗങ്ങളും ഈ ആമയിഴഞ്ചാൻ തോട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, സർവ്വസന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷ ഈ രക്ഷാദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം, രക്ഷാസേനയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേരത്തെ പരിശോധനയിലുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം അവരുടെ മുഖത്തുണ്ട്. അത് ജോയി തന്നെ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ടീം അംഗങ്ങൾ മുഴുവനായി ജോലി ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് ആ നിലയിൽ തന്നെ ഒരു പ്രതീക്ഷ, അതല്ലെങ്കിൽ അത് ഉറപ്പ് എന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ പ്രശ്നം അത് റോബോട്ടിക് ക്യാമറയിൽ കുടുങ്ങിയതാണ്. അതിലൊരു ഒബ്ജക്റ്റ് ഡിറ്റക്റ്റഡ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനുഷ്യ ശരീരം എന്നൊരു സൂചന ആ റോബോട്ടിക് ക്യാമറ വിഭാഗം ഇവിടുത്തെ അഗ്നിരക്ഷാ സേനയ്ക്ക് നൽകുകയുമായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വടം ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് കയറുകൾ ഉപയോഗിക്കുന്നുണ്ട്, കൂടുതൽ സംഘങ്ങൾ ഇവിടേക്ക് ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ മാത്രമല്ല, ഈ സ്ഥലത്തേക്ക്, അതായത് ഈ ഒബ്ജക്റ്റ് ഡിറ്റക്റ്റ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എളുപ്പത്തിൽ പോകണമെങ്കിൽ, അത് അവിടേക്ക് പോകണമെങ്കിലും ആ മാലിന്യം, അത്രയധികം മാലിന്യം ആ പ്രദേശത്തേക്കുണ്ട്. റോബോട്ടിക് ക്യാമറ പോകുന്ന അത്രയും എളുപ്പത്തിൽ ആ സ്ഥലത്തേക്ക് മനുഷ്യന് പോകാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനിയും കടമ്പകളേറെയുണ്ട് എന്ന് മാത്രമല്ല, ഡിറ്റക്ട് ചെയ്ത ഒബ്ജക്റ്റ് അത് മനുഷ്യ ശരീരമാണോ, അത് ജോയിയുടെ തന്നെയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെയും ഒരു കൃത്യത വരുത്തേണ്ടതുണ്ട്. അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്, കഴിഞ്ഞ 26 മണിക്കൂർ, ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് ജോയിയെ കാണാതാവുന്നത്. അതിനുശേഷം ആ സമയം മുതൽ തുടങ്ങിയ പരിശോധനയാണ്. അത് 26 മണിക്കൂർ കടന്ന് അത് അതിൻ്റെ 27ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ആ ഘട്ടത്തിലെങ്ങും ഒരു ശുഭകരമായ വാർത്ത പോലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു സൂചന പോലും കിട്ടിയിരുന്നില്ല. ഇതാദ്യമായി നമുക്ക് ആ നിലയിൽ ശുഭകരമായ ഒരു വാർത്ത, ഒരു സൂചന എങ്കിൽ പോലും അത് ഒരു സാധ്യത, അതിൻ്റെ ഒരു ആത്മവിശ്വാസം സേനാംഗങ്ങളുടെ മുഖത്ത് ഉണ്ട് എന്നുള്ളത് പ്പോഴും അത് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ ഒരല്പസമയം കൂടി എന്തായാലും കഴിഞ്ഞേ പറ്റൂ. കാരണം കൂടുതൽ ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷയുടെ ഭാഗമായി തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ടീം അംഗങ്ങളും ആംബുലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഫയർഫോഴ്സ് സംവിധാനങ്ങളും എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി അത് ജോയിയുടേതാണെന്ന് കണ്ടെത്തുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ടീം അംഗങ്ങൾ നിൽക്കുന്നത്. സർവ്വസജ്ജരായിരിക്കുകയാണ്. കാരണം ഇത്രയധികം നേരം കരയിലും ഒപ്പം തന്നെ ഈ തോട്ടിലുമായി കൃത്യം പകുതി വീതം അംഗങ്ങളായിരുന്നു നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറി. ഈ NDRF സേനയിൽ നിന്നും വന്നതിൽ പകുതിയിലധികം അംഗങ്ങളും തോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ ഈ സ്ക്യൂബ ടീം അംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നിലവിൽ 3 അംഗ ടീം അവിടേക്ക് ഈ ടണലിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ് എന്നാണ്. കാരണം 3 അംഗ ടീമാണ് ഓക്സിജൻ സിലിണ്ടർ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ടണലിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ വളരെ അധികം വേണം. കാരണം നിലവിൽ ഈ മാലിന്യമില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 15 മീറ്ററിനപ്പുറത്തേക്ക് മാലിന്യം കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതിനപ്പുറം കടന്നാണ് ഈ ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. ആ അപ്പുറം കടക്കണമെങ്കിൽ അതെങ്ങനെ മാറ്റണം, അവിടെ നിന്നും എങ്ങനെ മാലിന്യം നീക്കം ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വേണം പോകാൻ. അതുകൊണ്ട് ഇനി എത്ര സമയമെടുക്കും ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ, അത് കണ്ടെത്തുന്നതിനപ്പുറത്തേക്ക്, അതല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്താൻ ഇനി എത്ര സമയം വേണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ പരിശോധന, തിരച്ചിൽ തൽക്കാലത്തേക്കെങ്കിലും ഒറ്റ പോയിന്റിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 3-ൽ നിന്നും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വായ്മുഖം, ഈ തോടിൻ്റെ വായ്മുഖം എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിന്നും, അങ്ങനെ 2 സ്ഥലങ്ങളിൽ നിന്നിരുന്ന പരിശോധന ഇപ്പോൾ ഒറ്റ പോയിന്റിലേക്ക് ചുരുങ്ങുന്നു. ഒറ്റ സ്ഥലത്ത് ആ പരിശോധന നടക്കുകയാണ്. അത് ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ എല്ലാ ടീം അംഗങ്ങളും ഇവിടെ സജ്ജരാണ്. വലിയ പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഫയർഫോഴ്സിൻ്റെ ടീം, കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ ടീം, ഒപ്പം NDRFിൻ്റെ ടീം, സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ടീം എല്ലാവരും സർവ്വസജ്ജരാണ്. ഒപ്പം തന്നെ ആംബുലൻസ് സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വലിയ
പ്രതീക്ഷയുടെ ഒരു നിലയിൽ തന്നെ ഏറ്റവും ഈ ഘട്ടത്തിൽ അതിന്റെ അവസാന ഘട്ടമെന്ന് സലിം, നമ്മളും ഈ വാർത്തയിലുള്ള പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരു ശുഭകരമായ വാർത്ത എന്ന് നമുക്ക് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അത് ജോയിയെ ജീവനോടെ കിട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സാധ്യത മങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ മണിക്കൂറുകളും കഴിയുന്തോറും. അതുകൊണ്ട് തന്നെ ഇതിലൊരു ശുഭകരമായ വാർത്തയോ അല്ലെങ്കിൽ പ്രതീക്ഷയോ നമുക്ക് ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ആകെയുള്ളത് ഈ മണിക്കൂറുകൾ നീണ്ട ഈ തെരച്ചിൽ, ദുർഘടമായ ഈ തെരച്ചിൽ, അതിനൊരു അവസാനം എപ്പോഴുണ്ടാകുമെന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞത് മനുഷ്യ ശരീരം തന്നെയാണെങ്കിൽ അതിനൊരു അധികം വൈകാതെ അവിടേക്ക് എത്താൻ കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാകും, അതിനൊരു അവസാനമാകും എന്നത് മാത്രമായിരിക്കും. ഒരു പാവം മനുഷ്യ ശരീരം ഈ മണിക്കൂറുകൾ അത്രയും അതിനകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്തയിൽ ഒരു തരത്തിലുള്ള ഒരു ശുഭസൂചനയും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം. നമ്മൾ മാധ്യമപ്രവർത്തകർ നേരിടുന്ന ഒരു വലിയ വിഷമഘട്ടത്തിൽ കൂടെ നമ്മളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അടുത്ത തെരച്ചിൽ റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞത് മനുഷ്യ ശരീരമാണെങ്കിൽ അടുത്ത നീക്കം ഏത് രീതിയിലാകും? സ്മിത, അടുത്ത ഘട്ടം, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാധു മനുഷ്യൻ ജീവിക്കാൻ ഭക്ഷണത്തിന് വക തേടി ഈ ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യം നീക്കം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു സാധു മനുഷ്യൻ, ആ മനുഷ്യൻ അതേ മാലിന്യത്തിനുള്ളിൽ പെട്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളായി അതിനുള്ളിലാണ്. നമുക്ക് അദ്ദേഹത്തെ ജീവനോടുകൂടി തിരിച്ചു കിട്ടണേ എന്നൊരു പ്രാർത്ഥനയും പ്രതീക്ഷയും ഒക്കെ ഉണ്ടെങ്കിലും അത് വിദൂരമായ സ്വപ്നമാണ് എന്നുള്ള കാര്യം തർക്കമില്ല. അപ്പോഴും നമ്മളൊരു പ്രതീക്ഷയുടെ തരി ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ്. അത് എത്ര കണ്ട് സാധ്യമാകുമെന്നൊന്നും അറിയില്ല, പക്ഷേ വെറുതെ നമ്മൾ ആ നിലയിൽ തന്നെ ആശിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയിലേക്ക് ഇപ്പോൾ ആദ്യം ഈ സ്ക്യൂബ ടീമിലെ ഒരല്പദൂരം മുന്നിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വന്നതാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആ ടീം അംഗങ്ങൾ അവിടെ നിന്നും തിരികെ വന്ന് കൂടിയാലോചനയിലാണ്. കയറുകൾ, റോപ്പ് ഉൾപ്പെടെ ഘടിപ്പിച്ചിട്ടുണ്ട്, മറ്റ് വടം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് ടീം അംഗങ്ങൾ ആ വടം നിയന്ത്രിക്കാനായി തന്നെ പ്രത്യേക ടീം അംഗങ്ങളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ടീം, ഈ വടം നിയന്ത്രിക്കുന്ന സ്ക്യൂബ ടീം അംഗങ്ങൾ അകത്തേക്ക് പോവുകയും വടം നിയന്ത്രിക്കാൻ NDRF സംഘങ്ങളും എന്ന നിലയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഒരു ഏകോപനം, പല വിഭാഗങ്ങൾ, പല തട്ടിലുള്ളവർ, പല മനുഷ്യർ ഒരേ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് കഴിഞ്ഞ മണിക്കൂറുകളായുള്ള തിരച്ചിൽ അത് തുടരുന്നു. അതിൽ പരസ്പരം വിശ്വാസത്തിലെടുത്ത് പരസ്പരം ജീവൻ പണയം വെച്ചുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ പരസ്പരം സ്ക്യൂബ ഡൈവിംഗ് ടീം അംഗങ്ങൾ NDRF സംഘങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവർ നിയന്ത്രിക്കുന്ന വടത്തിനുള്ളിൽ കയറി ആ നിലയിൽ പോവുകയാണ്. അവർ ലാസ്റ്റ് സൈനുകൾ കാണിക്കുകയാണ്. അവിടേക്ക് ഇറങ്ങാനുള്ള സൈനുകളും മറ്റ് ആലോചനകളും കാണിക്കുകയാണ്. അല്പസമയത്തിനകം അവർ ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ ഒരാൾ ഘടിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെയാൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവിടേക്ക് പോകുന്നവർ 2 പേർ ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ ഘടിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെയാൾ ആ മാസ്ക് ഘടിപ്പിക്കുന്നതിന് മുമ്പായി മുഖത്തേക്ക് വെള്ളമൊഴിച്ച് ഓക്സിജൻ മാസ്ക് ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. മൂന്നാമത്തെയാളും ഇപ്പോൾ ഓക്സിജൻ മാസ്ക് ഘടിപ്പിക്കുകയാണ്. രക്ഷാപ്രവർത്തനം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടമെന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവർ അതിനുള്ളിലേക്ക് ഇറങ്ങാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3 അല്ല 4 ടീം അംഗങ്ങൾ അറ്റ് എ ടൈം ഒരേ സമയം അതിലേക്ക് ഇറങ്ങുന്നു, ആ ടണലിനുള്ളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നിന്നും നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. അതിൽ 2 ടീം ആ ടണലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവർ താഴേക്ക് പോവുകയാണ്. അതും ഈ റോബോട്ടിക് ക്യാമറ പറഞ്ഞത് അത് സത്യമാകുമോ എന്നറിയാൻ പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷയുടെ വിദൂരതയാണെങ്കിലും നമ്മൾ അതിൽ വെറുതെ പ്രതീക്ഷിക്കുകയാണ്. മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ, ഈ ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യം വൃത്തിയാക്കാൻ ജോലിയെടുത്തൊരു കരാറുകാരൻ, ഒരു ശുചീകരണ തൊഴിലാളി, ആ മനുഷ്യൻ കഴിഞ്ഞ മണിക്കൂറുകളായി ജീവനോടെയോ അല്ലാതെയോ ഈ വെള്ളത്തിൽ, ഈ മാലിന്യത്തിനടിയിലുണ്ട്. അദ്ദേഹത്തിനായി ഒരു നാടൊന്നാകെ, ഒരു സംവിധാനം ഒന്നാകെ, ഫയർഫോഴ്സിൻ്റെ സംവിധാനം ഒന്നാകെ, ഏറെക്കുറെ തെക്കൻ കേരളത്തിലെ മുഴുവൻ ഫയർഫോഴ്സ് സംവിധാനങ്ങളും സ്ക്യൂബ ഡൈവിംഗ് സംവിധാനങ്ങളും ഒന്നാകെ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഒരു നഗരസഭ മുഴുവനായി ഇവിടെ കേന്ദ്രീകരിച്ചു. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ രക്ഷാപ്രവർത്തനം, അതിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഈ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ, വ്യത്യാസമില്ലാതെ ആളുകളെല്ലാം ഇവിടേക്ക് പോവുകയും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അതിനപ്പുറം ഇപ്പോഴും നമ്മൾ ഈ സ്ക്യൂബ ടീം അംഗങ്ങൾ പോകുന്ന സ്ഥലം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ആ സ്ഥലത്ത് പോലും ഇപ്പോൾ അവർ ഇറങ്ങുന്ന ആ പോയിന്റിൽ പോലും മാലിന്യം നിറഞ്ഞു തന്നെ ഉണ്ട് എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. മാത്രമല്ല തൊട്ടപ്പുറത്ത് നിന്ന് മാലിന്യം വീണ്ടും ഇവിടേക്ക് ഒഴുകി വരുന്നൊരു സ്ഥിതിയുണ്ട്. ആ നിലയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ നേരിടുന്നുണ്ട് എന്നുള്ളത്
ഇപ്പോഴും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനപ്പുറം ഈ ദിവസത്തിനപ്പുറം ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇനി ഉയരാൻ പോകുന്ന ചോദ്യങ്ങളും പലതാണ്. അത് നഗരസഭയ്ക്കെതിരെ, ഒപ്പം തന്നെ റെയിൽവേക്കെതിരെയൊക്കെ അവരൊക്കെ മറുപടി പറയേണ്ട വിധത്തിൽ ഈ വിഷയം ആ നിലയിൽ തന്നെ ഉണ്ടാകും. ഒരു 117 മീറ്റർ ടണലിനുള്ളിൽ ഒരു മനുഷ്യൻ പെട്ടിട്ട് മണിക്കൂറുകൾ ഇത്രയായിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയാത്തത് ഉറപ്പായും ഫയർഫോഴ്സിൻ്റെ വീഴ്ചയല്ല. കാര്യം മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തുകൊണ്ട് ഫയർഫോഴ്സ്, NDRF സംഘങ്ങളൊക്കെ അവർക്കത്രയും ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴും കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് അതിന് സ്വാഭാവികമായി ഈ വാർത്ത കാണുന്ന തിരുവനന്തപുരം നിവാസികൾ ഉൾപ്പെടെയുള്ളവർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ, കോർപ്പറേഷൻ, റെയിൽവേ എല്ലാവരും അതിന് ഉത്തരവാദികളാണ് എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഇതിലേക്ക് ഒരു ചെറിയ പ്ലാസ്റ്റിക് എങ്കിലും ഇട്ട് ഈ തോടിനെ ഒരു കാലത്ത് നേരത്തെ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തിൻ്റെ തന്നെ അഭിമാനമായി എന്ന് കരുതിയിരുന്നൊരു തോടിനെ മാലിന്യ നിക്ഷേപത്തിൽ, മാലിന്യ കൂമ്പാരമാക്കി, ഒരു മാലിന്യ പ്ലാന്റിനേക്കാൾ അധികം മാലിന്യം ഈ തോട്ടിലിട്ട് അതിനെ നശിപ്പിച്ച്, ഒന്ന് ഓർക്കണം, ഒരു കാലത്ത് തിരുവനന്തപുരത്തിന് ശുദ്ധജലം തന്നിരുന്ന ഒരു തോട്, ആ തോട്ടിലാണ് ഇത്രയധികം മാലിന്യ നിക്ഷേപം ഉള്ളത്. ആ മാലിന്യ നിക്ഷേപത്തെ കടന്ന് പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രയും പ്രശ്നമുണ്ടാക്കിയത് ആരാണെന്നൊക്കെ സ്വയം ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ടോർച്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ ടീം അംഗങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവർ സർവ്വസജ്ജരായി സർവ്വസന്നാഹത്തോടുകൂടി വരികയാണ്. നിരന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. 2 അംഗങ്ങൾ ഇപ്പോൾ അതിനുള്ളിലേക്ക് ഇറങ്ങുന്നു. ബാക്കി 2 അംഗങ്ങൾ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നു. ബാക്കി ടീമുകൾ അവിടെ നിന്നും മുഴുവൻ സജ്ജീകരണങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് സർവ്വസജ്ജരായി നിൽക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകൾ നീണ്ടൊരു പരിശ്രമം, അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന സ്ഥലത്താണ് ഉള്ളത്. സ്വാഭാവികമായും ഈ പോകുന്നത് അവർ പതിയെ മൂവ് ചെയ്യുകയാണ്. കയർ പതിയെ അയച്ചു വിടുകയാണ് NDRF സംഘങ്ങൾ. സ്ക്യൂബ ടീമിന് പോകാനായുള്ള സജ്ജീകരണങ്ങൾ NDRF സംഘങ്ങൾ ഒരുക്കുകയാണ്. പുറത്തും മറ്റ് സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമുണ്ട്. മാത്രമല്ല റോബോട്ടിക് സംവിധാനവും. തുടക്കത്തിൽ ഈ മാലിന്യം മാറ്റാൻ ഈ റോബോട്ടിക് സംവിധാനത്തിന് കൃത്യമായി കഴിഞ്ഞിരുന്നില്ല. കാരണം വളരെ കുറച്ച് മനുഷ്യർ എന്ന നിലയിൽ അതിനു മുൻപ് ഇപ്പോൾ അവർ ആ വെള്ളത്തിനകത്തേക്ക് പോയിട്ടുണ്ട്. ആ ടീം 2 പേരും അതിനകത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൊരു വാർത്ത നൽകാൻ കഴിയുമോ, അതല്ലെങ്കിൽ എന്തെങ്കിലും വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ് നൽകാൻ കഴിയുമോ എന്നറിയാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാലിന്യം നീക്കം ചെയ്യാൻ എത്തിച്ച റോബോട്ടിന് കൃത്യമായ ജോലി അത് ചെയ്യാൻ കഴിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചാൽ, അത് മാലിന്യം അതൊരു റോബോട്ടിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്തിരുന്നു. പക്ഷേ മനുഷ്യസാധ്യമായതിൻ്റെ അത്രയും പോലും അതിന് കഴിഞ്ഞിരുന്നില്ല. അതേസമയം അതിൻ്റെ ക്യാമറ കണ്ണുകൾക്ക് ഈ തിരച്ചിലിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് അത് ആ റോബോട്ടിക് സംവിധാനവും ഇതിൽ വഹിച്ച പങ്ക് ഉറപ്പായും ചൂണ്ടിക്കാണിക്കുന്നതാണ്. കാരണം അതിലെ ക്യാമറയിലാണ് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒബ്ജക്റ്റ് ഡിറ്റക്റ്റഡ് എന്നുള്ളതാണ് അവർ ആ റോബോട്ടിൽ ക്യാമറയിൽ വന്ന മെസ്സേജ്. അത് ഒരു മനുഷ്യ ശരീരമാണെന്ന സൂചനയിൽ, ഒരു പ്രതീക്ഷയിൽ ഈ ടീം, സ്ക്യൂബ ടീം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അവിടേക്ക് പോയിരിക്കുകയാണ്.